ബുദ്ധിയുള്ള കഴുത. ഒരു വലിയ പുൽമേടിന്റെ അരികിൽ അപ്പു എന്ന കഴുത താമസിച്ചിരുന്നു. അവൻ എല്ലാ ദിവസവും സന്തോഷത്തോടെ പുല്ല് തിന്നു നടന്നു. ഒരു ദിവസം കാട്ടിൽ നിന്ന് വിശന്നു വലഞ്ഞ ഷേരു എന്ന കടുവ ആ പുൽമേട്ടിലേക്ക് വന്നു. അവൻ അപ്പുവിനെ കണ്ടു. ഷേരു അപ്പുവിന്റെ അടുത്തേക്ക് ചാടി വീണു. "എനിക്ക് നല്ലൊരു ഭക്ഷണം കിട്ടി. ഞാൻ നിന്നെ തിന്നാൻ പോകുന്നു," കടുവ ഗർജിച്ചു. അപ്പു ഒട്ടും പേടിച്ചില്ല. അവൻ ധൈര്യത്തോടെ പറഞ്ഞു, "എന്നെ തിന്നുന്നതിനു മുൻപ് ഒരു കാര്യമറിയണം. ഞാൻ രാജാവിന്റെ പ്രത്യേക കഴുതയാണ്. എന്റെ പിൻകാലിലെ കുളമ്പിനടിയിൽ ഒരു മാന്ത്രിക കല്ലുണ്ട്." ഇതുകേട്ട് ഷേരുവിന് സംശയമായി. "മാന്ത്രിക കല്ലോ? അതെന്തിനാണ്?" അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. "ആരെങ്കിലും എന്നെ ഉപദ്രവിച്ചാൽ ഈ കല്ല് പുറത്തുവന്ന് അവരെ കഷ്ണങ്ങളാക്കും," അപ്പു പറഞ്ഞു. "വിശ്വാസമില്ലെങ്കിൽ ഞാൻ കാണിച്ചുതരാം." അപ്പു സർവ്വശക്തിയുമെടുത്ത് ആ വലിയ പാറയിൽ ഒറ്റച്ചവിട്ട്. എന്നൊരു വലിയ ശബ്ദത്തോടെ പാറയിൽ നിന്ന് തീപ്പൊരി ചിതറി. ഇതു കണ്ട ഷേരു പേടിച്ചു വിറച്ചുപോയി. "ഈ കഴുതയെ തിന്നാൽ എന്റെ വയറ്റിലും ഈ കല്ല് വരും," അവൻ ഭയത്തോടെ ഓർത്തു. ഷേരു തിരിഞ്ഞു നോക്കാതെ ജീവനും കൊണ്ടോടി. അവൻ കാടിന്റെ ഉള്ളിലേക്ക് ഓടിമറഞ്ഞു. അപ്പു ഒന്നും സംഭവിക്കാത്തതുപോലെ വീണ്ടും പുല്ല് തിന്നു നടന്നു. അവൻ തന്റെ ബുദ്ധികൊണ്ട് ഭയങ്കരനായ കടുവയെ തോൽപ്പിച്ചു. ബുദ്ധിയാണ് ശക്തിയേക്കാൾ വലുത്.